Good morning, my dear students. Welcome back to our online class. Today we are going to study our fourth chapter. The title of the chapter is British Exploitation and Resistance. In the previous classes, we have discussed the establishment of the British rule by subjugating princely state. The British conquered princely state using military forces and diplomatic strategies. It was during the span of 100 years between the Battle of Plassey in 1757 and the First War of Independence in 1857 that a major part of India came under the British rule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആണ്, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ഫോർത്ത് ചാപ്റ്റർ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. നമ്മുടെ ബ്രിട്ടീഷുകാർ പ്രിൻസിലി സ്റ്റേറ്റുകളെല്ലാം തന്നെ അവർ കോൺകർ ചെയ്തു, എന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് അല്ലേ. അപ്പോൾ അവർ ഇതെല്ലാം തന്നെ കോൺകർ ചെയ്തിരുന്നത് മിലിറ്ററി ഫോഴ്സസും ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി, അതുപോലെ തന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, അതൊക്കെ കൂടെ അത് കഴിഞ്ഞതോടുകൂടി ഏകദേശം ഇന്ത്യയുടെ മേജർ പാർട്ടുകളെല്ലാം തന്നെ ബ്രിട്ടീഷ് റൂളിൽ വന്നു എന്നുള്ളതാണ്. Then by 1857, around 63% of the region in the Indian subcontinent had come under the direct control of the British. The rest of the region were ruled by the native kings who had been subjugated to the British. അപ്പോൾ 1857 ആയപ്പോഴേക്കും ഏകദേശം 63% ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ 63%ഓളം ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ വന്നു. The rest of the region were ruled by the native kings who had been subjugated to the British. ബാക്കിയുള്ളവ ആരായിരുന്നു? ബാക്കിയുള്ള റീജിയൻ ഭരിച്ചിരുന്നത് നാറ്റീവ് കിങ്സ് ആയിരുന്നു. Then next we are going to discuss impact of British policies. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ആണ്. ബ്രിട്ടീഷ് പോളിസീസിന്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരുന്നു? The land revenue system implemented by the British that destroyed the backbone of the farmers. The aim of their tax policy was to maximize the income. British policies in the impact. അവർ കൊണ്ടുവന്നിട്ടുള്ള the land revenue system implemented by the British that destroyed the backbone of the farmers. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം ഫാമേഴ്സിന്റെ ഒരു വലിയ അല്ലെ, അവരുടെ ഡിസ്ട്രോയിഡ് ദ ബാക്ക് ബോൺ ഓഫ് ദി ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ നട്ടെല്ല് തകർക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതാണ്. The aim of their tax policy was to maximize the income. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ എയിം എന്ന് പറയുന്നത് അവർ ഈ ടാക്സ് കൊണ്ടുവന്നത് അവരുടെ ഇൻകം മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ദെൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് എന്തൊക്കെയാണ്? അടുത്തതായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. The land revenue systems ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ആദ്യത്തേത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് റയട്ട്വാരി സിസ്റ്റം ആൻഡ് ദ തേർഡ് വൺ ഈസ് മഹൽവാരി സിസ്റ്റം. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ്. Then next we are going to discuss the features of permanent land revenue settlement. ഇനി അതിൽ ആദ്യത്തേത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്തൊക്കെയായിരുന്നു അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. The tax was collected by സെമീന്ദാർസ്. അപ്പോൾ അതിൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അതിന്റെ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? The tax was collected by സെമീന്ദാർസ്. ടാക്സ് കളക്ട് ചെയ്തത് ആരായിരുന്നു? സെമീന്ദാർസ് ആയിരുന്നു. Then the second point, Zamindar was the owner of the entire land. അതുപോലെ തന്നെ എൻറ്റയർ ലാൻഡിന്റെ എല്ലാ ഭൂമിയുടെയും ഓണർ അതും സെമീന്ദാർ തന്നെയായിരുന്നു. ദ ആക്ച്വൽ ഫാമേഴ്സ് ബിക്കെയിം ടെനൻസ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? ദ ആക്ച്വൽ ഫാമേഴ്സ് ബിക്കം ടെനൻസ്. ശരിക്കും ആക്ച്വൽ ഫാമേഴ്സ് ആരായിരുന്നു? ടെനൻസ് ആയിരുന്നു. ടെനൻസ് എന്ന് പറഞ്ഞാൽ കുടിയാന്മാര് അല്ലെ, മറ്റുള്ളവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്നവരെയാണ്
കുടിയാന്മാർ, ടെനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വൽ ഫാമേഴ്സ് എന്തായിട്ട് മാറി? ടെനൻസ് ആയിട്ട് മാറി. നെക്സ്റ്റ് പോയിന്റ്, ഫാമേഴ്സ് വെർ ടു ബി പേ 60% ഓഫ് ദി ഈൽഡ് ആസ് ടാക്സ്. അതുപോലെ തന്നെ ഫാമേഴ്സിന് എങ്ങനെയാണ്, അവർ എത്രയാണോ അവരുടെ ഈൽഡ് അതിന്റെ 60%ഓളം അവർക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കണമായിരുന്നു. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പുവർ ഈൽഡ്. എന്നാൽ ടാക്സ് എങ്ങനെയാണ്, ഇനി അവരുടെ ഈൽഡ് അല്ലെ, ആ വിളവെടുപ്പ് വളരെ എന്താണ്, കുറച്ച് മാത്രമേ അവർക്ക് പിന്നെ വിളവ് കിട്ടിയിരുന്നു എങ്കിൽ പോലും തന്നെ അവര് കറക്റ്റ് ടൈമില് ടാക്സ് അടയ്ക്കണമായിരുന്നു. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. അതുപോലെ തന്നെ ആ ടാക്സ് എങ്ങനെയാണ്, ക്യാഷ് ആയിട്ട് തന്നെ വേണം അടയ്ക്കാൻ. അപ്പൊ ഇത്രയുമാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിന്റെ ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ്വാരി സിസ്റ്റം. റൈറ്റ്വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ. റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി ഫാമേഴ്സ്. റൈറ്റ്വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൗത്ത് ഇന്ത്യയിലാണ്. ഇതിൽ എങ്ങനെയാണ്, ടാക്സ് വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി ഫാമേഴ്സ് അല്ലെ. റവന്യൂ എങ്ങനെയാണ് കളക്ട് ചെയ്തിരുന്നത്? ഡയറക്റ്റ് ആയിട്ട്, ഫാമേഴ്സിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആണ്. നമ്മൾ ആദ്യത്തെ പെർമനന്റ് ലാൻഡ് റവന്യൂവിൽ പറഞ്ഞത് എന്താണ്? ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ് എന്നായിരുന്നു അല്ലെ. ടാക്സ് കളക്ട് ചെയ്തത് ജമീന്ദാർസ് ആണെന്നാണ്. എന്നാൽ ഇവിടെ റൈറ്റ്വാരി സിസ്റ്റത്തില് എങ്ങനെയാണ്, ഡയറക്റ്റ് ഫാമേഴ്സിൽ നിന്നാണ്. ദെൻ ടാക്സ് റേറ്റ്സ് വെർ ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ്. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് ഇടയ്ക്കിടയ്ക്ക് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കുമായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ, മഹൽവാരി സിസ്റ്റം. വില്ലേജ് ഹെഡ്മാൻ കളക്ട് ദി ടാക്സ്. മഹൽവാരി സിസ്റ്റത്തിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് വില്ലേജ് ഹെഡ്മാൻ ആണ്. ദ ടാക്സ് വാസ് എക്സസീവ്. ഇവിടെ മഹൽവാരി സിസ്റ്റത്തിലും ടാക്സ് എക്സസീവ് ആയിരുന്നു, വളരെ അധികമായിരുന്നു എന്നുള്ളതാണ്. The entire village is considered as single unit called mahal. ഇപ്പൊ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് the entire village was considered as single unit called mahal. ആ വില്ലേജ് മുഴുവനായിട്ടും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇത് അറിയപ്പെട്ടിരുന്നത് മഹൽ എന്നാണ്. അതാണ് മഹൽവാരി സിസ്റ്റം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. എന്താണ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നുള്ളത്? The British land revenue policy made the farmers in trouble. They were engaged in agriculture mainly to produce food crops. During British rule, they were compelled to cultivate cash crops instead of food crops. This transformation is termed as commercialization of agriculture. Commercialization of agriculture എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the British land revenue policy made the farmers in trouble. നമ്മൾ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ലാൻഡ് റവന്യൂ പോളിസീസ് എല്ലാം തന്നെ ഫാമേഴ്സിനെ ട്രബിളിലേക്കാണ് കൊണ്ടുവന്നത് അല്ലെ. ഈ നേരത്തെ പറഞ്ഞ 3 ലാൻഡ് റവന്യൂ പോളിസി ആയാലും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ദേ വർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ മെയിൻലി ടു പ്രൊഡ്യൂസ് ഫുഡ് ക്രോപ്സ്. അപ്പൊ അവര് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ഫാമേഴ്സ് പ്രധാനമായിട്ടും അവര് അഗ്രികൾച്ചറിൽ എൻഗേജ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? ഫുഡ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂറിങ് British rule, they were compelled to cultivate cash crops instead of food crops. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അല്ലെ, ഡ്യൂറിങ് ദി ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരെന്ത് ചെയ്തു? ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഫാമേഴ്സിനെ പ്രോംപ്റ്റ് ചെയ്തു. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഫാമേഴ്സ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഫുഡ് ക്രോപ്സ് ആയിരുന്നു കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഫുഡ് ക്രോപ്സിന് പകരം എന്ത് കൃഷി ചെയ്യാൻ പറഞ്ഞു? ക്യാഷ് ക്രോപ്സുകൾ. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. Then next one, evaluate the circumstances that forced Indian farmers to cultivate cash crops. ഇപ്പൊ ഇന്ത്യൻ ഫാമേഴ്സിനെ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഫോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്തൊക്കെ സർക്കംസ്റ്റാൻസസ് ആയിരുന്നു ഇന്ത്യയിലെ ഫാമേഴ്സ് ഈ ഒരു ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, ഹൈ റേറ്റ് ഓഫ് ടാക്സ് അല്ലെ. നമുക്കറിയാം എങ്ങനെയാണ് ടാക്സ് എന്ന് പറയുന്നത് വളരെ ഹൈ റേറ്റ് ആയിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാര് ഇംപ്ലിമെന്റ് ചെയ്ത ടാക്സ് പോളിസി എന്ന് പറയുന്നത് ഹൈ റേറ്റ് ആയിരുന്നു. ദെൻ ടാക്സ് ഹാഡ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് ബിഫോർ ദി ഡെഡ് ലൈൻ. പിന്നെ മറ്റൊന്ന് എന്താ?
ടാക്സ് എങ്ങനെ പെയ്ഡ് ചെയ്യണം? ക്യാഷ് ആയിട്ട് തന്നെ അല്ലെ. ടാക്സ് ഹാഡ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് ബിഫോർ ദ ഡെഡ് ലൈൻ. ഇപ്പൊ ബ്രിട്ടീഷുകാർ പറയും അവരൊരു ഡേറ്റ് പറയും, അതാണ് ഡെഡ് ലൈൻ. അതായത് ആ ഡേറ്റിന് മുന്നേ തന്നെ എന്നാണോ അവർ പറയുന്നത് ആ ഡേറ്റിനുള്ളിൽ തന്നെ ടാക്സ് അടയ്ക്കണം. അതെങ്ങനെ വേണം? ക്യാഷ് ആയിട്ട് തന്നെ വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. To meet this situation, they cultivated products having higher market price. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, കാരണം ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉള്ള ലാഭം മുഴുവനും എല്ലാം തന്നെ ആർക്ക് പോകുന്നുണ്ട്? ബ്രിട്ടീഷുകാർക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് തീരുമാനിച്ചത്? ഹയർ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഈ ഒരു ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ, മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഇൻഡിഗോ ഫാമേഴ്സ് നേരിട്ടിട്ടുള്ള മിസറീസ്, ദുരിതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വിത്ത് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഗാതേർഡ് മൊമെന്റം ഇൻ ഇംഗ്ലണ്ട്. The demand for indigo increased. British merchants were ready to give money in advance to farmers in order to encourage cultivation of indigo. ഇപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലേ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിൽ വന്നിട്ടുണ്ട് അല്ലെ, ഇംഗ്ലണ്ടിൽ വന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരു പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടം, ഗാതേർഡ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞാൽ എന്താ, വളരെയധികം ഇൻക്രീസ് ചെയ്തു അല്ലെ, വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തു. ദ ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഇൻക്രീസ്ഡ്. അപ്പൊ അതോട് കൂടിയിട്ട് എന്തായി? ഇൻഡിഗോ എന്ന് പറയുന്നത് നീലം അല്ലെ, ക്ലോത്തിലൊക്കെ അന്നത്തെ കാലത്ത് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് ഇൻഡിഗോ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരു വലിയ ഒരു ഇൻക്രീസിലേക്ക് വന്നു. അതോട് കൂടിയിട്ട് എന്തിൻ്റെയും ഡിമാൻഡ് കൂടി? ഇൻഡിഗോ അല്ലെ, ഇൻഡിഗോയുടെയും ഡിമാൻഡ് കൂടി. ബ്രിട്ടീഷ് മെർച്ചൻസ് were ready to give money in advance to farmers in order to encourage cultivation of indigo. അപ്പൊ ഇതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിഗോ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഇന്ത്യയിലെ ഫാമേഴ്സിന് അവര് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കൊടുക്കാം, അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ട് തന്നെ അവര് ഇൻഡിഗോ കൾട്ടിവേഷൻ അത് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലുള്ള ആളുകളെ എൻകറേജ് ചെയ്തു. Farmers were liable to plant indigo in a fixed portion of the land, but in the harvest season the farmers received only a lower price for indigo. അങ്ങനെ ഫാമേഴ്സ് എന്തായി? അവരുടെ ഫുഡ് ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിർബന്ധിതരായി. അങ്ങനെ അവരുടെ ലാൻഡിന്റെ ഒരു ഫിക്സഡ് പോർഷൻ അവര് കൃഷി ചെയ്യാൻ തുടങ്ങി, ഇൻഡിഗോ കൃഷി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഹാർവസ്റ്റ് സീസണിൽ എന്താ ഉണ്ടായത്? ബട്ട് ഇൻ ദി ഹാർവസ്റ്റ് സീസൺ ദ ഫാമേഴ്സ് റിസീവ്ഡ് ഓൺലി എ ലോവർ പ്രൈസ് ഫോർ ഇൻഡിഗോ. ഹാർവസ്റ്റ് സീസൺ വന്നപ്പോൾ ബ്രിട്ടീഷുകാര് വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഇൻഡിഗോ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലയാണ് ഇൻഡിഗോയ്ക്ക് ഫാമേഴ്സിന് ബ്രിട്ടീഷുകാർ കൊടുത്തത്. വിത്ത് ദി ഇൻവെൻഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻഡിഗോ ഡിമാൻഡ് ഫോർ നാച്ചുറൽ ഇൻഡിഗോ റിഡ്യൂസ്ഡ്. അപ്പൊ പിന്നെ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നീട് എന്തായി? ആർട്ടിഫിഷ്യൽ കളേഴ്സ് അല്ലെ, ആർട്ടിഫിഷ്യൽ ഇൻഡിഗോ, ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് നാച്ചുറൽ ഇൻഡിഗോ അതിന് ഡിമാൻഡ് ഇല്ലാതെയുമായി. ദിസ് മെയ്ഡ് ദ ഫാമേഴ്സ് മോർ മിസറബിൾ ഫോർ ദേ ഹാഡ് യൂസ്ഡ് മച്ച് ഓഫ് ദെയർ ലാൻഡ് ഫോർ ഇൻഡിഗോ കൾട്ടിവേഷൻ. അപ്പൊ ഇതോട് കൂടിയിട്ട് ഫാമേഴ്സ് കൂടുതൽ ദുരിതത്തിലായി. കാരണം എന്താണ്? അവര് ബ്രിട്ടീഷുകാർ ആദ്യം കമ്പൽ ചെയ്തതുകൊണ്ട് അവരുടെ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തു. അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാം എന്നുള്ള ഒരു ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. പക്ഷെ പിന്നെ അവര് ഹാർവസ്റ്റ് സീസൺ ആയപ്പോൾ വളരെ ലോവർ പ്രൈസിലാണ് അവർ കൊടുത്തത്. അതുമാത്രമല്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സ് കണ്ടുപിടിച്ചതോടുകൂടി ഈ നാച്ചുറൽ ഇൻഡിഗോയ്ക്ക് ഡിമാൻഡ് ഇല്ലാത്തയും അവസ്ഥ വന്നു. ഇതോടുകൂടിയിട്ട് എന്തായി? അവര് വളരെയധികം ബുദ്ധിമുട്ടിലായി ഫാമേഴ്സ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, certain commercial crops cultivated in India and its important centers of cultivation. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ ചില ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന കൊമേഴ്സ്യൽ ക്രോപ്സുകളാണ്. അത് ഏതൊക്കെ റീജിയണിലാണ്, അതിന്റെ ഇമ്പോർട്ടൻറ്റ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, അതിൽ ക്രോപ്സുകൾ ഏതാണ്?
ഇൻഡിഗോ അല്ലെ, ഇൻഡിഗോ കൊടുത്തിട്ടുണ്ട്. ഇൻഡിഗോ എവിടെയൊക്കെയാണ്? ബംഗാൾ, ബീഹാറിലാണ് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ കോട്ടൺ. കോട്ടൺ എവിടെയാണ്? മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. പിന്നെ നെക്സ്റ്റ് ടീ ആണ്. ടീ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് ആസാം, കേരള അല്ലെ. പിന്നെ അതേപോലെ തന്നെ വീറ്റ്. വീറ്റ് എവിടെയാണ്? പഞ്ചാബിലാണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് വൺ ജൂട്ട്. ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സെന്റർ ബംഗാളാണ്. ദെൻ ഷുഗർ കെയിൻ, ഉത്തർപ്രദേശ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ സെന്റേഴ്സ് അല്ലെ, ഓർ ഇമ്പോർട്ടൻറ്റ് സെന്റേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ് എന്നുള്ളത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇൻഡിഗോ റിവോൾട്ട്. അടുത്തത് ഇൻഡിഗോ റിവോൾട്ട് ആണ്. In 1859, the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. They attacked indigo factories with bows and arrows, swords and spears. Several women also participated in the revolt. Next, indigo revolt. Indigo revolt എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം. In 1859, the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. 1859 ബംഗാളിലെ ഫാമേഴ്സ് അവർ ഒത്തുകൂടുകയും അങ്ങനെ അവർ ഡിക്ലെയർ ചെയ്തു എന്താണ്? they were giving up indigo cultivation. അവർ ഇൻഡിഗോ കൾട്ടിവേഷൻ ഉപേക്ഷിക്കുകയാണ് എന്നുള്ള ഒരു തീരുമാനം എടുത്തതായിട്ട് അവർ ഡിക്ലെയർ ചെയ്തു. കാരണം നമുക്കറിയാം അല്ലെ, നേരത്തെ പറഞ്ഞു ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ പിന്നെ ഒരുപാട് മിസറീസ് അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു, അത് നമ്മൾ പറഞ്ഞു. ദെൻ ദേ അറ്റാക്ക്ഡ് ഇൻഡിഗോ ഫാക്ടറീസ് വിത്ത് ബോസ് ആൻഡ് ആരോസ്, സോഡ്സ് ആൻഡ് സ്പിയേഴ്സ് അല്ലെ. അങ്ങനെ അവര് ഇൻഡിഗോ ഫാക്ടറീസ് എല്ലാം തന്നെ അവര് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സെവറൽ വുമൺ ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി റിവോൾട്ട്. അങ്ങനെ ഒരുപാട് വുമൺസും ഈ ഒരു റിവോൾട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. The rioters excommunicated the British supporters and those who worked for the British. ഇനി the rioters excommunicated the British supporters and those who worked for the British. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വർക്ക് ചെയ്തവരെ ആരെയാണോ അങ്ങനെ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തവരെ ഈ റൈറ്റേഴ്സ് അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. Then the revolt had strong effect on the government. The government immediately appointed a commission to study the problem of indigo farmers. അങ്ങനെ ഈ ഒരു റിവോൾട്ട് ഗവൺമെന്റിൽ വളരെ ഒരു സ്ട്രോങ് എഫക്റ്റ് ആണ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ്. ഇൻഡിഗോ ഫാമേഴ്സിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. The commission found that the indigo farming was uneconomic and proposed to stop it. അങ്ങനെ ആ കമ്മീഷൻ കണ്ടെത്തിയ ഒരു കാര്യം എന്താണ്? ഇൻഡിഗോ ഫാമിംഗ് എന്നുള്ളത് അൺഎക്കണോമിക് ആണ്, അതുകൊണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു ലാഭവുമില്ല, അതുകൊണ്ട് അത് നിർത്തണം എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷൻ കണ്ടെത്തിയത്. അപ്പൊ ഇതാണ് ഇൻഡിഗോ റിവോൾട്ട്. നെക്സ്റ്റ് ടോപ്പിക് പ്രസന്റ് റിവോൾട്ട്സ് ഇൻ കേരള. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ പെസൻസ് റിവോൾട്ടിനെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് വൺ മാപ്പിള റിവോൾട്ട്. British treated the Janmis as the owner of the land. The revolt was against the atrocities of landlords. Such atrocities were carried out with the support of the British. എന്താണ് മാപ്പിള റിവോൾട്ട് എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ ജന്മീസ് ആസ് ദി ഓണർ ഓഫ് ദി ലാൻഡ്. ബ്രിട്ടീഷുകാര് ലാൻഡിന്റെ ഓണറായിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നത് ആരെയാണ്? ജന്മിമാരെയാണ്. ദ റിവോൾട്ട് വാസ് എഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ലാൻഡ് ലോഡ്സ്. ഈ ഒരു റിവോൾട്ട്, മാപ്പിള റിവോൾട്ട് എന്ന് പറയുന്നത് എന്തിനെതിരെയുള്ളതായിരുന്നു? എഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ലാൻഡ് ലോഡ്സ്. ലാൻഡ് ലോഡ്സിന്റെ അട്രോസിറ്റീസിനെതിരെയുള്ള ഒരു റിവോൾട്ട് ആയിരുന്നു മാപ്പിള റിവോൾട്ട്. സച്ച് അട്രോസിറ്റീസ് വെർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി ബ്രിട്ടീഷ്. അപ്പൊ ലാൻഡ് ലോഡ്സ് ഇങ്ങനെയുള്ള ഈ ഒരു അട്രോസിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദുരിതങ്ങൾ അല്ലെങ്കിൽ ചെയ്തിരുന്നത് എങ്ങനെയാണ്? ആരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്? ബ്രിട്ടീഷുകാരുടെ അല്ലെ, വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. Farmers of South Malabar were tenants who cultivated the land obtained on lease from landlords. Most of the tenants were Mappilas, so these struggles happened in the 19th century, known as Mappila Rebellion. അപ്പോൾ ഇതില് farmers of South Malabar were tenants who cultivated the land obtained on lease from
ലാൻഡ് ലോഡ്സ്. ഇപ്പൊ ലാൻഡ് ലോഡ്സിൽ നിന്ന് ലീസിനെടുത്ത ഭൂമി, ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടത്തിനെടുക്കുക അല്ലെ, പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് ഈ സൗത്ത് മലബാറിലെ ഫാമേഴ്സ് അല്ലെങ്കിൽ അവര് ഫാമേഴ്സ് അല്ലെങ്കിൽ ടെനൻസ് എന്നാണ് അവരെ പറയല്ലേ, കുടിയാന്മാര്, അവര് കൃഷി ചെയ്തിരുന്നത്. അപ്പൊ ഈ ടെനൻസ് കൂടുതലും ആരായിരുന്നു? മാപ്പിളാസ് ആയിരുന്നു അല്ലെ. മോസ്റ്റ് ഓഫ് ദി ടെനൻസ് വർ മാപ്പിളാസ്. സോ ദീസ് സ്ട്രഗിൾസ് ഹാപ്പൻഡ് ഇൻ ദി 19th century നോൺ ആസ് മാപ്പിള റെബല്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ 19th century നടന്ന ഈ ഒരു റെബല്യനെയാണ് എന്ത് പറയുന്നത്? മാപ്പിള റെബല്യൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇനി പെസന്റ് റിവോൾട്ട് ഇൻ കേരള. പെസന്റ് റിവോൾട്ട് ഇൻ കേരള അന്ന് നോക്കിക്കോളൂ, ജസ്റ്റ് ഒരു പോയിന്റ്സ്. അറൌണ്ട് 22% റിവോൾട്ട്സ് ഇൻ മലബാർ അല്ലെ. മലബാറിൽ ഏകദേശം 22% റിവോൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനെതിരെയൊക്കെയാണ് അത്? എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ലാൻഡ് ലോഡ്സ് ആൻഡ് ബ്രിട്ടീഷ്. അത് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ഓഫ് ലാൻഡ് ലോഡ്സ് ആൻഡ് ബ്രിട്ടീഷ് അല്ലെ, ബ്രിട്ടീഷുകാർക്കെതിരെ, അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിനെതിരെ, അവരുടെ എക്സ്പ്ലോയിറ്റേഷനും സപ്രഷനും എതിരെയാണ് ഈ ഒരു റിവോൾട്ട് ഉണ്ടായിട്ടുള്ളത്. ദെൻ മലബാർ സ്പെഷ്യൽ പോലീസ് MSP ടു സപ്രസ് ദ റിവോൾട്ട്. അപ്പൊ ഈ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ പോലീസാണ് MSP, മലബാർ സ്പെഷ്യൽ പോലീസ് എന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വില്യം ലോഗൻ ആസ് ദി എൻക്വയറി കമ്മീഷൻ, ഈ ഒരു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷൻ, അതാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്നുള്ളത്. കമ്മീഷൻ pointed out that the unfair land revenue system of British was the cause. അപ്പോൾ ഈ ഒരു ഇതിനുള്ള കാരണം, ഈ കമ്മീഷൻ കണ്ടുപിടിച്ചത് എന്താണ്? ഇതിനുള്ള ഒരു കാരണം എന്ന് പറയുന്ന അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ്. ബ്രിട്ടീഷുകാരുടെ അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ് ഇതിന് കാരണം എന്നുള്ളതാണ് അവര് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. ദെൻ മാപ്പിള റെബല്യൻ എന്നാണ് 1921 അല്ലെ. മാപ്പിള റെബല്യൻ 1921 മുസ്ലിംസ് ഇൻ മലബാർ വർ മാപ്പിളാസ് അല്ലെ. മലബാറിലെ മുസ്ലിംസ് ആണ്, അവരാണ് മാപ്പിളാസ്. അവരാണ് ഈ ഒരു റിവോൾട്ട് ഓർഗനൈസ് ചെയ്തത്. അപ്പൊ എന്താണ് കാരണം? നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷ് ട്രീറ്റഡ് ജന്മീസ് ആസ് ലാൻഡ് ഓണേഴ്സ് അല്ലെ. ബ്രിട്ടീഷുകാര് ജന്മിമാരെയാണ് ലാൻഡ് ഓണറായിട്ട് പിന്നെ അവര് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു എക്സ്പ്ലോയിറ്റേഷനെതിരെ നടന്നിട്ടുള്ള ഒരു റെബല്യനാണ് മാപ്പിള റെബല്യൻ എന്നുള്ളത്. നെക്സ്റ്റ് വൺ, വില്യം ലോഗൻ കമ്മീഷൻ. നോക്കൂ, വില്യം ലോഗൻ കമ്മീഷൻ എന്താന്നുള്ളത് നേരത്തെ ഒന്ന് പറഞ്ഞു, ഒന്ന് നോക്കുക എന്തൊക്കെയാ. വില്യം ലോഗൻ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു സ്റ്റഡി റിക്കറിംഗ് പെസന്റ് റിവോൾട്ട്സ് ഇൻ മലബാർ. William Logan Commission found out that the reason that the unfair land revenue system of the British. വില്യം ലോഗൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? അപ്പോയിന്റഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തതാണ് ടു സ്റ്റഡി റിക്കറിംഗ് പെസന്റ് റിവോൾട്ട് ഇൻ മലബാർ. മലബാറിലെ പെസന്റ് റിവോൾട്ടുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ ഫൗണ്ട് ഔട്ട് ദാറ്റ് റീസൺ ദാറ്റ് ദ അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ദി ബ്രിട്ടീഷ്. അപ്പൊ ഈ ഒരു കമ്മീഷൻ കണ്ടെത്തിയ കാര്യം, ഇവിടെയുള്ള പെസന്റ് റിവോൾട്ടുകളുടെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ അൺഫെയർ ആയിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ള കാര്യം. Then next one, Sandal revolt. The Sandal is a tribe inhabiting the valleys of Rajmahal Hills, the present Bengal, Jharkhand and Bihar. എന്താണ് സാന്താൾ റിവോൾട്ട്? സാന്താൾ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ പീപ്പിൾ ആണ്. ദേ ലിവ്ഡ് ഇൻ ദി രാജ്മഹൽ ഹിൽസ്. അവര് താമസിച്ചിരുന്നത് രാജ്മഹൽ ഹിൽസിലാണ്, അതായത് ഇന്നത്തെ ബംഗാള്, ജാർഖണ്ഡ്, ബീഹാർ ആ ഭാഗങ്ങളിലാണ്. They lived closely with nature and earned a living by farming and collecting forest produce. Their life was disturbed with the British rule. അപ്പോൾ അവര് ട്രൈബൽ പീപ്പിൾ ആണെന്ന് പറഞ്ഞല്ലോ. ട്രൈബൽ പീപ്പിൾ ആയതുകൊണ്ട് തന്നെ അവര് വളരെയധികം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ അവര് എങ്ങനെയാണ് ആ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അവിടെ നിന്ന് കിട്ടുന്ന, കാടുകളിൽ നിന്ന് കിട്ടുന്ന, അതുകൊണ്ടാണ് അവരുടെ ജീവിത മാർഗമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ദെയർ ലൈഫ് വാസ് ഡിസ്റ്റർബ്ഡ് വിത്ത് ദി ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതോട് കൂടിയിട്ട് ഇവരുടെ ലൈഫ് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. കാരണം ബ്രിട്ടീഷുകാരെന്തായി, ഫോറസ്റ്റിൽ കൂടി അവരുടെ ഡോമിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ ഈ ഫോറസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സാന്താൾസിന് എന്ത് സംഭവിച്ചു? അവർക്ക് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഒന്നും തന്നെ കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. സെമീന്ദാസ് ആൻഡ് മണി ലെൻഡേഴ്സ് ക്യാപ്ചേർഡ് ദെയർ ലാൻഡ്. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് മെയ്ഡ് ദം സ്ലേവ്സ്.
their life become miserable, they started revolt. അങ്ങനെ സെമീന്ദാസ് മണി ലെൻഡേഴ്സും ഒക്കെ അവരുടെ ലാൻഡ് പിടിച്ചടക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് അവരെ അടിമകളെ പോലെയാണ് അവർ കൺസിഡർ ചെയ്തത്. അങ്ങനെ അവരുടെ ലൈഫ് അവർക്ക് വളരെയധികം മിസറബിൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് അവര് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് സംഘടിപ്പിച്ചത്. അപ്പൊ ഇതിനെയാണ് സാന്താൾ റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാന്താൾ റിവോൾട്ട് അതിന്റെ ഫേമസ് ആയിട്ടുള്ള 2 ലീഡേഴ്സ് ആയിരുന്നു സിദ്ധുവും കാൻഹുവും. സിദ്ധു കാൻഹു ഇവരാണ് 2 റോഡ്. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ദ ട്രൈബൽ പീപ്പിൾ ആൾസോ ബിക്കം ദ വിക്ടിംസ് ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ. ട്രൈബൽ പീപ്പിൾ ബ്രിട്ടീഷ് റൂളിനെതിരെ അല്ലെങ്കിൽ അവരുടെ ഒരു വിക്ടിംസ് ആയിരുന്നു. എന്തുകൊണ്ട്? അത് എക്സ്പ്ലെയിൻ അല്ലെ. The forest laws implemented by the British made their life miserable. The British imposed restriction on tribals to collect forest products and enter into the protected forest. Imposed high taxes on forest products collected by the tribals. അപ്പൊ എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂളിന്റെ വിക്ടിംസ് ആയിട്ട് ട്രൈബൽ പീപ്പിൾ മാറിയത്? എങ്ങനെയാണ്? ബ്രിട്ടീഷുകാര് ദ ഫോറസ്റ്റ് ലോസ് ഇംപ്ലിമെന്റഡ് ബൈ ദി ബ്രിട്ടീഷ് മേഡ് ദെയർ ലൈഫ് മിസറബിൾ. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഫോറസ്റ്റ് ലോസ് ആണ് അവരുടെ ലൈഫ് മിസറബിൾ ആക്കി തീർത്തത്. ദ ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ ട്രൈബൽസ് ടു കളക്ട് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് എൻറ്റർ ഇൻ ടു ദി പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. ഇപ്പോൾ ബ്രിട്ടീഷുകാര് ഫോറസ്റ്റിൽ നിന്ന് ട്രൈബൽ പീപ്പിള് ആ ഫോറസ്റ്റ് പ്രൊഡക്ട്സുകൾ കളക്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവര് വെച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോസ്ഡ് ഹൈ ടാക്സസ് ഓൺ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് കളക്റ്റഡ് ബൈ ദി ട്രൈബൽസ്. ട്രൈബൽസ് കളക്ട് ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡക്ട്സിന് അവര് വളരെ ഒരു ഹൈ ടാക്സ് ആണ് അവര് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് ഇവരൊരു വിക്ടിംസ് ആയിട്ട് തീർന്നത്. ദെൻ നെക്സ്റ്റ് വൺ കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ട് 1812 കുറിച്യ റിവോൾട്ട്. അപ്പൊ ഈ കുറിച്യ റിവോൾട്ട് ഓർഗനൈസ്ഡ് ബൈ കുറിച്യ അല്ലെ. കുറിച്യ റിവോൾട്ട് ഓർഗനൈസ് ചെയ്തത് ആരാണ്? കുറിച്യരാണ്. വയനാട്ടിലെ ഒരു ട്രൈബൽ പീപ്പിൾ ആണ് കുറിച്യ എന്ന് പറയുന്നത്. അവരാണ് ഈ ഒരു കുറിച്യ റിവോൾട്ട് ഓർഗനൈസ് ചെയ്തത്. അപ്പോ ഈ കുറിച്യ ആൻഡ് ദി കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് അല്ലെ. വയനാട്ടിലെ ട്രൈബൽ പീപ്പിൾ ആണ് കുറിച്യ കുറുമ്പ എന്ന് പറയുന്നത്. ദെൻ ദേ ഓർഗനൈസ്ഡ് ആൻഡ് റെബല്യൻ 1812. അവര് 1812 ഈ ഒരു ഇത് അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഒരു റിവോൾട്ട് അവർ ഓർഗനൈസ് ചെയ്തത്. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ ദി കുറിച്യ ലീഡർ രാമനമ്പി. ഇനി ഈ ഒരു റിവോൾട്ട് ലെഡ് ചെയ്തത് ആരാ? ഈ ഒരു റിവോൾട്ട് നയിച്ചത് കുറിച്യ ലീഡർ ആയിട്ടുള്ള രാമനമ്പി ആയിരുന്നു. ദെൻ ഇനി എന്തൊക്കെയാണ് റീസൺസ് അല്ലെ. ഇപ്പൊ കുറിച്യ റിവോൾട്ടിന്റെ റീസൺസ് എന്തൊക്കെയാണ്? തുടങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ കുറിച്യർ എന്നുള്ള ട്രൈബൽ പീപ്പിള് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് ഓർഗനൈസ് ചെയ്തത്? എക്സസീവ് ടാക്സ്. ഒന്നാമത്തെ റീസൺ എക്സസീവ് ടാക്സ്. ദെൻ നെക്സ്റ്റ് വൺ ടാക്സ് ഇൻ ക്യാഷ് ദാൻ ഇൻ കൈൻഡ്. അതേപോലെ തന്നെ എക്സസീവ് ടാക്സ് പിന്നെ ഇവര് കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? ആ ഒരു ടാക്സ് ഏതിലാണ്? ക്യാഷ് ആയിട്ട് തന്നെ അല്ലെ. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ്. ക്യാഷ് ആയിട്ട് തന്നെ വേണം കൊടുക്കാൻ. പിന്നെ സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. ഇനി ഈ ഒരു ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സീസിംഗ് ഓഫ് അവരുടെ അഗ്രികൾച്ചറൽ ലാൻഡ് പിടിച്ചടക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ കുറിച്യാസ് അവര് എന്ത് തുടങ്ങിയത്? റിവോൾട്ട്. അപ്പോൾ ദ റീസൺസ് ഓഫ് കുറിച്യ റിവോൾട്ട്. റീസൺസ് ഓഫ് കുറിച്യ റിവോൾട്ട്. ഫസ്റ്റ് വൺ ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദി ബ്രിട്ടീഷ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ എക്സസീവ് ടാക്സ്. നെക്സ്റ്റ് വൺ കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. ഇനി അത് എങ്ങനെ വേണം? ക്യാഷ് ആയിട്ട് തന്നെ വേണം ടാക്സ് അടയ്ക്കുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. അപ്പൊ ടാക്സ് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ അഗ്രികൾച്ചറൽ ലാൻഡ് പിടിച്ചടക്കും. അപ്പൊ ഇതൊക്കെയാണ് അവര് ഇത് തുടങ്ങാനുള്ള റീസൺ. ദെൻ നെക്സ്റ്റ് വൺ ഇവരെ കൂടാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു സാന്താൾസ്, കുറിച്യാസ് അവരൊക്കെ റിവോൾട്ട് ഓർഗനൈസ് ചെയ്തിരുന്നു. അവരെ കൂടാതെ വേറെയും ഒരുപാട് ട്രൈബൽസ് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് ഓർഗനൈസ് ചെയ്തിരുന്നു. സെവറൽ ട്രൈബൽ ഇൻസർജൻസീസ് ബ്രോക്ക് ഔട്ട് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ.
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ട്രൈബൽ ഇൻസർജീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസർജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിവോൾട്ട് ഓർഗനൈസ് ചെയ്തിരുന്നു. ഇനി അത് ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അതിൽ ഒന്നാമത്തത്, അതിൽ നമ്മൾ സാന്താൾസും അതേപോലെ തന്നെ എന്ത് പറഞ്ഞു, സാന്താൾ റിവോൾട്ട് പറഞ്ഞു, കുറിച്യ റിവോൾട്ട് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. അത് കൂടാതെ വന്നിട്ടുള്ളത് ബിൽ റിവോൾട്ട് അല്ലെങ്കിൽ ബിൽ റെബല്യൻ, ബിൽ എന്നുള്ള ഗ്രൂപ്പ് മറ്റ് ട്രൈബൽ ഗ്രൂപ്പാണ് കേട്ടോ. പിന്നെ മറ്റൊന്ന് പഹാരിയ എന്നുള്ള ട്രൈബൽ ഗ്രൂപ്പാണ്. ദെൻ കോൾ റെബല്യൻ, കോൾ മറ്റൊന്നാണ്, കോൾ എന്നുള്ള ട്രൈബൽ ഗ്രൂപ്പ്. ദെൻ കാസി റെബല്യൻ ഓർ കാസി റിവോൾട്ട് റെബല്യൻ എന്ത് വേണമെങ്കിലും പറയും, കാസി റെബല്യൻ. പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് മുണ്ട റെബല്യൻ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇത്രയും ഒക്കെ എന്താണ്, ഇവരൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇത് നടത്തിയ റിവോൾട്ടുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞത്, ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് അല്ലേ. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ദി ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്. Then we have discussed the British land revenue system in India. Then 3 types of land revenue system: permanent land revenue settlement, Rayatwari system and Mahalwari system. And after that we have the features of the land revenue systems. Then അടുത്തതായിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്, കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നുള്ള ഒരു പാർട്ട് പറഞ്ഞു. After that we have discussed the miseries of indigo farmers in India അല്ലേ. അതിനുശേഷം നമ്മൾ ഇൻഡിഗോ ഫാമേഴ്സ്, ഇന്ത്യയിലെ ഇൻഡിഗോ ഫാമേഴ്സിന്റെ മിസറീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. Then after that we have discussed the indigo revolt. Then we have discussed the peasant revolt in Kerala, Mappila revolt, then Santhal revolt, Kurichya revolt. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആസ് യൂഷ്വൽ an assignment for you, write a note on indigo revolt. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ചിട്ടാണ്. Then see you in the next section. Thank you.